ധനുമാസ തിരുവാതിരയെ വരവേൽക്കാൻ നാടൊരുങ്ങുമ്പോൾ ശുദ്ധമായ കൂവപ്പൊടി ഒരുക്കുന്ന തിരക്കിലാണ് തിരുവില്ലാമലയിലെ വനിതാ സംരംഭകയായ ഷീല പണിക്കർ. വനിതാ കൂട്ടായ്മയിലൂടെയാണ് ഷീല പണിക്കർ തന്റെ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കി ജീവിതത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ഷീല പണിക്കർ എന്ന വനിതാ സംരംഭക. അപ്രതീക്ഷിതമായ ഭർത്താവിന്റെ വിയോഗത്തിൽ ജീവിതം പ്രതിസന്ധിയിലായതോടെ ഭർത്താവ് നടത്തിയിരുന്ന റൈസ് ആൻഡ് ഫ്ലവർ മിൽ ഏറ്റെടുത്ത് നടത്തിയാണ് ഷീല പണിക്കർ സംരംഭകയാകുന്നതിന്റെ ആദ്യ പടി താണ്ടിയത്. കൂലിക്ക് അരിയും ധാന്യങ്ങളും പൊടിച്ചു കൊടുക്കുന്നിടത്തു നിന്നും ശുദ്ധമായ ഭക്ഷണ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടായിരുന്നു തുടക്കം. കുടുംബശ്രീ വഴി വിപണി കണ്ടെത്തിയ ഷീല പണിക്കർ കൂടുതൽ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു. ഇതെല്ലാം നല്ല പ്രതികരണം നൽകിയപ്പോൾ ഉപഭോക്താക്കളുടെ ആവശ്യം അനുസരിച്ചുള്ള വിഭവങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങിയതോടെ 10ഓളം വനിതകൾക്കും ജീവിതമാർഗമായി. ഓരോ സീസണിലും അതിനനുസരിച്ചുള്ള വിഭവങ്ങൾ വിപണിയിലെത്തിക്കുന്ന ഷീല പണിക്കർ തിരുവാതിരയെ വരവേൽക്കാൻ ഒരുങ്ങുന്ന വള്ളുവനാട്ടുകാർക്ക് വേണ്ടി ശുദ്ധമായ കൂവപ്പൊടി ഒരുക്കുന്ന തിരക്കിലാണ്. എനിക്ക് ഒരു സംരംഭമുണ്ട്. ഇത് ഇവിടെ ഫ്ലോർ ആൻഡ് ഓയിൽ മിൽ നടത്തുകയാണ്. ഒരു സീസൺ വർക്കാണ് ഇപ്പൊ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇവിടെ ഈ നാട്ടിലെ ഈ പ്രദേശത്ത് തിരുവാതിര എന്ന് പറയുന്നത് വളരെ വിശേഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ തിരുവാതിരയ്ക്ക് കൂവപ്പൊടി, ശുദ്ധമായ കൂവപ്പൊടി ഞങ്ങൾ കൂവ വാങ്ങിച്ച് ഒരു തോട്ടം തന്നെ വാങ്ങിച്ചിട്ടുണ്ട്. കൂവ വാങ്ങിച്ച് അതിനെ ക്ലീൻ ചെയ്ത് കഴുകി കട്ട് ചെയ്ത് അരച്ച് നൂറുണ്ടാക്കിയിട്ടാണ് ഞങ്ങൾ പൂവ് കൊടുക്കുന്നത്. അത് ശുദ്ധമായതാണ്. അപ്പോൾ അതിന് ഡിമാൻഡും ഉണ്ട്. ഞങ്ങൾക്ക് സാധാരണ തികയാറില്ല. ഇത് ഈ സീസൺ കഴിഞ്ഞാലും ഏപ്രിൽ മെയ് മാസത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ ഈ പൂവപ്പൊടിക്ക് ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ അത് 1200 കിലോ 1200 രൂപ വെച്ചിട്ടാണ് ഞങ്ങൾ ഈ കൂവപ്പൊടി കൊടുക്കുന്നത്. അപ്പോൾ നല്ല ഞാൻ ഒരു സംരംഭം നടത്തുന്നത് ഇവരെല്ലാവരും എൻ്റെ കൂടെ ഉണ്ട്. അപ്പം ഞങ്ങൾ സ്ത്രീകളുടെ ഒരു സംരംഭമാണിത്. അപ്പോൾ ഇത് ഞങ്ങൾ സ്ത്രീകളുടെ കൂട്ടായ്മ. ഡ്രയർ, പച്ചത്തേങ്ങ ഉണക്കി ആട്ടാനുള്ള ഡ്രയർ, പിന്നെ പൊടിച്ച് വറക്കാൻ എല്ലാ മെഷീനറീസും ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ കൂട്ടായ്മയിൽ കൂടി ആണ് എന്നെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കുന്നവരാണ്.